വലിയ മതിലുകൾക്കുള്ളിൽ മരങ്ങളും തെങ്ങുകളും തണൽ വിരിച്ചു നിൽക്കുന്നു. അതിന് നടുവിലായി വിശ്വനാഥൻ നായർ തൻ്റെ ജീവിതത്തിലെ ഓരോ തുള്ളി വിയർപ്പും ഒഴുക്കി പടുത്തുയർത്തിയ സാമ്രാജ്യം, അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം മരിക്കുമ്പോൾ ഭാര്യ ജാനകി അമ്മയോട് പറഞ്ഞിരുന്നു, ജാനകി, ഇത് നമ്മുടെ മകന് വേണ്ടിയുള്ളതാണ്. അവൻ വളർന്ന് വലിയ നിലയിലാകുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. ജാനകി അമ്മ ആ വാക്കുകൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നു. ഭർത്താവിൻ്റെ വേർപാടിന് ശേഷം തൻ്റെ കൈവളകൾ വിറ്റും പറമ്പിലെ പണികൾ ചെയ്തും അവർ മകൻ രാഹുലിനെ പഠിപ്പിച്ചു. അവൻ നഗരത്തിലെ വലിയൊരു കമ്പനിയിൽ ഉന്നത ഉദ്യോഗസ്ഥനായി. ശാലു എന്ന പെൺകുട്ടി അവൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ വെറുമൊരു മരുമകളായല്ല, ഒരു മകളായാണ് ജാനകിയമ്മ അവരെ സ്വീകരിച്ചത്. എന്നാൽ സ്നേഹത്തിൻ്റെ ആ നിറകുടം അധികകാലം നീണ്ടു നിന്നിരുന്നില്ല. അടുത്ത കാലത്തായി വീടിനുള്ളിൽ ശ്വാസം മുട്ടിക്കുന്നൊരു നിശബ്ദത ജാനകിയമ്മ അനുഭവിച്ചു തുടങ്ങിയിരുന്നു. മകന്റെ കണ്ണുകളിൽ പണ്ടത്തെ ആ ഒരു തിളക്കമില്ല. മരുമകളുടെ വാക്കുകളിൽ വിഷം കലർന്നിരിക്കുന്നു. അങ്ങനെ ഒരു രാത്രിയിൽ തൊണ്ട വറ്റിയപ്പോൾ വെള്ളം കുടിക്കാനായി അടുക്കളയിലേക്ക് നടന്ന ജാനകി അമ്മ ഹാളിൻ്റെ മൂലയിൽ തറഞ്ഞു നിന്നുപോയി. കാരണം രാഹുൽ, ഈ വീടിൻ്റെ ആധാരം അമ്മയുടെ പെട്ടിയിലുണ്ട്. അത് എങ്ങനെയും നമ്മുടെ പേരിലാക്കണം. നഗരമധ്യത്തിൽ ഇത്രയും വലിയൊരു സ്ഥലം ചുമ്മാ അമ്മയുടെ പേരിൽ ഇരുന്നിട്ട് എന്താ കാര്യം? ശാലുവിൻ്റെ ശബ്ദം ആ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചു. എനിക്കറിയാം ശാലു, പക്ഷേ അമ്മ ഇത് അച്ഛൻ്റെ ഓർമ്മയായി കാണുന്നതാണ് പ്രശ്നം. ഞാൻ പതുക്കെ സംസാരിച്ചു നോക്കാം, രാഹുൽ മറുപടി നൽകി. സംസാരിച്ചാൽ മാത്രം പോരാ, അമ്മയ്ക്കിപ്പോൾ വയസ്സായില്ലേ, ഓർമ്മക്കുറവുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്കിത് മാറ്റിയെടുക്കാം. എന്നിട്ട് ഈ വീട് വിറ്റ് നമുക്ക് സിറ്റിയിൽ നല്ലൊരു ആഡംബര വില്ല വാങ്ങാം. അമ്മയെ നമുക്ക് അവിടെയുള്ള ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിലാക്കാം. അവിടെ അവർക്ക് പ്രായമായവരുടെ കൂട്ടുണ്ടാകുമല്ലോ. നമ്മൾ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? തൻ്റെ മകൻ ഇതിനെ എതിർത്ത് പറയുമെന്ന് ജാനകിയമ്മ കരുതി. എന്നാൽ അവൻ്റെ മറുപടി അവരെ തളർത്തി കളഞ്ഞു. അതെ, അതാവും നല്ലത്. ബിസിനസ് മീറ്റിങ്ങുകൾക്കിടയിൽ അമ്മയെ നോക്കാൻ എനിക്കും ബുദ്ധിമുട്ടാണ്. അടുത്ത ആഴ്ച നമുക്ക് വക്കീലിനെ ഒന്ന് കാണാം. ജാനകിയമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ നിലത്ത് വീണുടഞ്ഞു. താൻ ചോറൂട്ടി വളർത്തിയ മകൻ താൻ താലോലിച്ച കൈകൾ കൊണ്ട് തന്നെ പുറത്താക്കാൻ പോകുന്നു. അന്ന് രാത്രി അവർ കരഞ്ഞില്ല. പകരം അവരുടെ ഉള്ളിൽ ഒരു വജ്രത്തിന്റെ കാഠിന്യം രൂപപ്പെടുകയായിരുന്നു. പിറ്റേന്ന് മുതൽ രാഹുലും ശാലുവും അഭിനയം തുടങ്ങി. അവർ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി നൽകി. അവർക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചു. അമ്മേ, അമ്മയുടെ കാലിൽ നല്ല വേദനയുണ്ടല്ലേ? നമുക്ക് നഗരത്തിൽ നല്ലൊരു ഫ്ലാറ്റിലേക്ക് മാറിയാലോ? അവിടെ ലിഫ്റ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ വലിയ വീട് തൂത്തു വാരാൻ പോലും അമ്മക്ക് വയ്യല്ലോ, രാഹുൽ വളരെ വാത്സല്യത്തോട് ചോദിച്ചു. ജാനകി അമ്മ ഉള്ളിലെ കടൽ പുറത്ത് കാണിക്കാതെ മന്ദഹസിച്ചു. അതെ, നീ പറയുന്നതാണ് ശരി മകനെ. ഈ വീട് ഇനി എനിക്ക് ഭാരമാണ്. നമുക്കിത് മാറാം. നിനക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് ചെയ്യാം. അമ്മ ഇത്ര വേഗം സമ്മതിക്കുമെന്ന് അവർ കരുതിയില്ല. രാഹുലിൻ്റെയും ശാലുവിൻ്റെയും ഉള്ളിൽ സന്തോഷത്തിന്റെ മഴ പെയ്തു. അവർ വക്കീലിനെ കണ്ട് രേഖകൾ തയ്യാറാക്കി. ജാനകി അമ്മയുടെ ഒപ്പ് മാത്രം മതിയായിരുന്നു അവരുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ. രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് പോകുന്ന അന്ന് രാവിലെ ജാനകി അമ്മ കുളിച്ചു വന്ന് ഭർത്താവിന്റെ ഫോട്ടോക്ക് മുന്നിൽ തൊഴുതു നിന്നു. അവരുടെ മുഖത്തൊരു നിഗൂഢമായ ശാന്തതയുണ്ടായിരുന്നു. ഓഫീസിലെത്തിയപ്പോൾ രാഹുൽ ആധാരത്തിന്റെ കെട്ടുകൾ മേശപ്പുറത്ത് വെച്ചു. അമ്മേ, ഇതിലെല്ലാം ഒപ്പിട്ടാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അവിടെ ജാനകിയമ്മയുടെ പഴയൊരു സുഹൃത്തായ വക്കീൽ മാധവൻ നായരും ഉണ്ടായിരുന്നു. ജാനകിയമ്മ വിളിച്ചിട്ട് വന്നതാണ് അദ്ദേഹം. ജാനകിയമ്മ പേന കയ്യിലെടുത്തു. രാഹുലിൻ്റെയും ശാലുവിൻ്റെയും ശ്വാസം നിലച്ചുപോയ നിമിഷം. അവർ ആഡംബര വില്ലയെക്കുറിച്ചും വലിയ കാറുകളെക്കുറിച്ചും സ്വപ്നം കണ്ടു നിൽക്കുകയാണ്. ജാനകിയമ്മ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ വക്കീൽ മാധവൻ നായർ ആ പേപ്പറുകൾ വാങ്ങി ഉറക്കെ വായിച്ചു. ഈ ആധാരപ്രകാരം വിശ്വനാഥൻ നായരുടെയും ജാനകി അമ്മയുടെയും ഉടമസ്ഥതയിലുള്ള വാത്സല്യം എന്ന വീടും 2 ഏക്കർ സ്ഥലവും ബാങ്കിലുള്ള 50 ലക്ഷം രൂപയുടെ നിക്ഷേപവും ഇന്നു മുതൽ സ്നേഹതീരം എന്ന അനാഥാലയത്തിൻ്റെ സ്വത്തായി മാറുന്നു. ജാനകി അമ്മയുടെ ശിഷ്ടകാലം ആ അനാഥാലയത്തിൽ കഴിയാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഹാളിൽ മരണതുല്യമായൊരു നിശബ്ദത പടർന്നു. രാഹുലിൻ്റെ മുഖം വിളറി. ശാലു അലറി വിളിച്ചു, ഇതെന്താ ചതിയാണോ അമ്മേ? നിങ്ങൾക്കെന്താ വട്ടായോ? ഞങ്ങൾ നിങ്ങളുടെ മക്കളല്ലേ? ജാനകി അമ്മ കസേരയിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റു. അവരുടെ കണ്ണുകളിൽ ഒരു അഗ്നിപർവ്വതം ജ്വലിക്കുന്നുണ്ടായിരുന്നു.
മക്കളോ? എൻ്റെ മകൻ മരിച്ചുപോയി രാഹുൽ. എന്നെ ഒരു വൃദ്ധസദനത്തിൽ തള്ളാൻ പദ്ധതിയിട്ട രാത്രിയിൽ എൻ്റെ മകൻ മരിച്ചുപോയി. ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് സ്വത്തിനു വേണ്ടി ആർത്തി പൂണ്ട രണ്ട് അപരിചിതർ മാത്രമാണ്. അവർ രാഹുലിൻ്റെ അടുത്തേക്ക് നടന്നു. നീ ചോദിച്ചില്ല ഇത് ചതിയാണോ എന്ന്. അല്ല മകനെ, ഇത് നീ എനിക്ക് നൽകാൻ കരുതി വെച്ച അതേ സമ്മാനമാണ്. നിങ്ങൾ എന്നെ പുറത്താക്കാൻ നോക്കി. അതിനു മുമ്പേ ഞാൻ തന്നെ ഇറങ്ങുന്നു. പക്ഷേ എൻ്റെ ഭർത്താവ് എനിക്ക് നൽകിയ ഈ മണ്ണ് വഞ്ചകർക്ക് നൽകാൻ എനിക്ക് കഴിയില്ല. ഈ മണ്ണിൽ ഇനി അനാഥരായ കുഞ്ഞുങ്ങൾ വളരും. അവരുടെ ചിരിയിൽ എനിക്ക് എൻ്റെ ഭർത്താവിനെ കാണാം. രാഹുൽ അമ്മയുടെ കാൽക്കൽ വീണു കരഞ്ഞു. അമ്മേ, ക്ഷമിക്കൂ, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഈ വീട് വിറ്റ ഞങ്ങൾക്ക് ജീവിക്കാൻ വഴിയില്ല അമ്മേ. ജാനകി അമ്മ തൻ്റെ സാരിത്തുമ്പ് അവൻ്റെ കൈകളിൽ നിന്ന് അടർത്തി മാറ്റി. നിനക്ക് ജോലിയുണ്ട് രാഹുൽ, ആരോഗ്യമുള്ള കൈകളുണ്ട്. അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്ക്. ഇത്രയും കാലം നീ അനുഭവിച്ച ഈ ആഡംബരം എൻ്റെയും അച്ഛൻ്റെയും ഭിക്ഷയായിരുന്നു. അത് ഇനി നിനക്കില്ല. ജാനകി അമ്മ ഓഫീസിന് പുറത്തിറങ്ങി. അവിടെ അനാഥാലയത്തിലെ ഒരു വണ്ടി അവർക്കായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ആ വണ്ടിയിൽ കയറിയിരുന്നു. തൻ്റെ വീടിന് മുമ്പിലൂടെ ആ വാഹനം നീങ്ങുമ്പോൾ അവർ കണ്ണാടിയിലൂടെ തൻ്റെ തറവാട് വീടിനെ നോക്കി. അവിടെ ഇപ്പോൾ മകൻ്റെ കരച്ചിലല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുടെ കളിച്ചിരികളാണ് അവർ കേട്ടത്. അനാഥാലയത്തിലെത്തിയപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി ഓടി വന്ന് അവരുടെ കയ്യിൽ പിടിച്ചു. അമ്മൂമ്മേ, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ജാനകിയമ്മ ആ കുട്ടിയെ നെഞ്ചോട് ചേർത്തു. 10 വർഷത്തിന് ശേഷം അവർ ആദ്യമായി ഉള്ളു തുറന്ന് ചിരിച്ചു. സ്നേഹം വഞ്ചിക്കപ്പെടുമ്പോൾ അത് ഇല്ലാതാകുന്നില്ല, പകരം അത് അർഹിക്കുന്നവരിലേക്ക് ഒഴുകി മാറുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു. ജാനകിയമ്മയുടെ ഈ പ്രതികാരം ലോകത്തിലെ ഏറ്റവും വലിയ പാഠമായിരുന്നു. മക്കളെ സ്നേഹിക്കുമ്പോഴും സ്വന്തം ആത്മാഭിമാനം പണയം വെക്കരുതെന്ന വലിയ പാഠം. സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ അനാഥാലയത്തിൻ്റെ മുറ്റത്ത് ജാനകിയമ്മ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. വഞ്ചനയുടെ കൊട്ടാരത്തേക്കാൾ എത്രയോ വലുതാണ് സ്നേഹത്തിൻ്റെ ഈ കുടില എന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ആ തറവാട് വീട് ഇപ്പോൾ ഒരു അനാഥാലയമല്ല, മറിച്ച് അനാഥരായ ഒരുപാട് കുഞ്ഞുങ്ങളുടെ സ്നേഹതീരമാണ്.